സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രിയിലാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ സ്വാതന്ത്ര്യം നൽകുന്നതിന് കൃത്യമായി ആ ഒരു അർദ്ധരാത്രി തന്നെ തെരഞ്ഞെടുത്തതിന് പിറകിലും രസകരമായ ഒരു കഥയുണ്ട്. ഫ്രഞ്ച് എഴുത്തുകാരനായ ഡൊമിനിക് ലാപ്പറും ലാരി കോളിൻസും ചേർന്ന് എഴുതിയ ഫ്രീഡം അറ്റ് മിഡ്നൈറ്റ് എന്ന പുസ്തകത്തിൽ ഈ സംഭവത്തെ വളരെ രസകരമായി വിവരിക്കുന്നുണ്ട്. 1947 ജൂൺ 3 ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാന വൈസ്രോയി ആയിരുന്ന മൗണ്ട് ബാറ്റൻ പ്രഭുവും പിന്നീട് ഇന്ത്യൻ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവും മുഹമ്മദ് അലി ജിന്നയും രാജ്യത്തെ അഭിസംബോധന ചെയ്ത് വിഭജനം പ്രഖ്യാപിച്ചു. 1948 ജൂണിനുള്ളിൽ അധികാര കൈമാറ്റവും പൂർത്തിയാക്കുമെന്ന് അറിയിച്ചു. എന്നാൽ അടുത്ത ദിവസം തന്നെ അപ്രതീക്ഷിതമായി പത്രസമ്മേളനം വിളിച്ചുകൊണ്ട് മൗണ്ട് ബാറ്റൺ 1948 ജൂൺ വരെ കാത്തു നിൽക്കുന്നില്ലെന്നും 1947 ഓഗസ്റ്റ് 15 തന്നെ അധികാര കൈമാറ്റം നടത്തുമെന്നും പ്രഖ്യാപിച്ചു. ആഗസ്റ്റ് 15 തന്നെ മൗണ്ട് ബാറ്റൺ തെരഞ്ഞെടുത്തതിന്റെ പിറകിലും മറ്റൊരു കഥ കൂടിയുണ്ട്. 2 വർഷങ്ങൾക്ക് മുൻപ് 1945 രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ഭാഗമായി ജപ്പാൻ അലൈഡ് ഫോഴ്സിന് മുന്നിൽ കീഴടങ്ങുന്നത് 1945 ഓഗസ്റ്റ് 15 ആയിരുന്നു. അന്ന് അലൈൻ ഫോഴ്സിന്റെ സുപ്രീം കമാൻഡർ ആയിരുന്നു മൗണ്ട് ബാറ്റൺ. അതുകൊണ്ട് തന്നെ തന്റെ ഭാഗ്യ ദിവസം അദ്ദേഹം ഇന്ത്യക്ക് സമ്പൂർണ്ണമായ അധികാരം കൈമാറുന്നതിനും തെരഞ്ഞെടുക്കുകയായിരുന്നു. അക്കാലത്ത് ഇന്ത്യയിൽ എന്ത് നല്ല കാര്യത്തിന് മുൻപ് ജ്യോതിഷം നോക്കുന്നത് പതിവായിരുന്നു. സ്വാതന്ത്ര്യ പ്രഖ്യാപനം ഉണ്ടായപ്പോൾ രാജ്യത്തെ ജ്യോതിഷികളെല്ലാം ആ ദിവസം നോക്കി. ഓഗസ്റ്റ് 15 ഒരു വെള്ളിയാഴ്ചയാണെന്നും ഗ്രഹനില അനുസരിച്ച് പുതിയൊരു രാജ്യത്തിന്റെ പിറവിക്ക് ആ ദിവസം നല്ലതല്ല എന്നും അവർ പ്രവചിച്ചു. ഇതോടെ ജവഹർലാൽ നെഹ്റു പ്രശ്നത്തിന് രസകരമായ ഒരു ഒത്തുതീർപ്പുണ്ടാക്കി. ഓഗസ്റ്റ് 14 ഉച്ച കഴിഞ്ഞ് ഭരണഘടനാ സമിതി വിളിച്ചുകൂട്ടുകയും അന്ന് അർദ്ധരാത്രി വരെ തുടരുകയും ചെയ്തു. അമേരിക്കൻ സമയം അനുസരിച്ച് അപ്പോഴേക്കും ഓഗസ്റ്റ് 15 കഴിഞ്ഞിരുന്നു. ഇന്ത്യയിൽ അഭിജിത്ത് മുഹൂർത്തം ആരംഭിക്കുകയും ചെയ്തു. അങ്ങനെ ഓഗസ്റ്റ് 14 അർദ്ധരാത്രിയോടെ രാജ്യം സ്വതന്ത്രമായി. അർദ്ധരാത്രിയിൽ ലോകം ഉറങ്ങിക്കിടക്കുമ്പോൾ ഇന്ത്യ പുതിയ ജീവിതത്തിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും ഉണരും എന്ന ജവഹർലാൽ നെഹ്റുവിന്റെ പ്രസംഗം പ്രസിദ്ധമാണ്.